ജാസ്മിൻ മാർക്കറ്റിൽ 3 ടൈപ്പ് പ്ലെയേഴ്സ് ആണ്. 3 ടൈപ്പ് പ്ലെയേഴ്സ്. ഒരു പ്ലെയർ ആരാ? ഇപ്പൊ എന്നെ പോലെ വ്യക്തിപരമായിട്ട് പറയുന്നത്, മാർക്കറ്റിൽ 100% ഇൻവെസ്റ്റഡ് ആണ്. എനിക്കിനി കൂടുതൽ പൈസയൊന്നും ഇല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ. ഐ ആം ഓൾറെഡി ഇൻവെസ്റ്റഡ് ഇൻ ദ മാർക്കറ്റ്. ആ വ്യക്തി എന്ത് ചെയ്യണം? മാർക്കറ്റിൽ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിട്ട്. രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ ന്യൂ വൺ, ഞാൻ ഇതുവരെ മാർക്കറ്റിൽ കേട്ടിട്ടില്ല, ആരൊക്കെയോ പറയുന്നു മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇപ്പൊ മേടിക്കാൻ പറ്റിയ സമയമാണെന്ന്. അത് തയ്യാറായിട്ടേക്കുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ് ഇൻവെസ്റ്റ്. മൂന്നാമത്തെ ടൈപ്പ് ഇൻവെസ്റ്റ് ആണ് ചെറിയ ചെറിയ പൈസയൊക്കെ ഇട്ട് കളിച്ച് അതിൽ ലോസ് വന്ന് അല്ലെങ്കിൽ പ്രോഫിറ്റ് വന്നിട്ട് ഇപ്പൊ സൈഡ് ലൈൻസിലേക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ മാറി നിൽക്കും. ഈ 3 ടൈപ്പ് പ്ലെയേഴ്സ് ആണ് മാർക്കറ്റിൽ. ഒന്നാമത്തെ പ്ലെയർ, ഇപ്പൊ അത് ഞാൻ തന്നെ എന്റെ എക്സാമ്പിൾ പറയാം. കാര്യം ഇത് ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റോക്സും ഇതൊന്നും ഒരിക്കലും ഒരു സോളിസിറ്റേഷൻ ആയിട്ട് കരുതരുത്, അല്ലെങ്കിൽ ഇതൊരു അഡ്വൈസ് ആയിട്ട് കരുതരുത്. നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോ അല്ലെങ്കിൽ ഒരു ഒരു റിസർച്ച് അനലിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസിനെയോ ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ട് മാത്രം നിങ്ങൾ സജഷനും അഡ്വൈസും എടുത്ത് മുന്നോട്ട് പോവുക. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്ന സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഇൻവോൾവ്മെന്റിനോ എനിക്ക് വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള ഡിസ്ക്ലോഷറും ഡിസ്ക്ലെയിമറും കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ മാർക്കറ്റിൽ 100% ഇൻവെസ്റ്റഡ് ആണ്. എനിക്ക് ലോസ് ഉണ്ടോ? ലോസ് ഉണ്ട്. ആ ലോസ് ഞാൻ ഈ പറയുന്ന പോലെ മാർക്കറ്റിൽ കോഷ്യസ് സ്റ്റാൻഡ് എടുക്കാൻ ഇൻവെസ്റ്റേഴ്സിന് അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതിന്റെ ഉദാഹരണം എന്താണെന്നറിയോ? ഈ മാർക്കറ്റിൽ 40 കൊല്ലത്തെ നമ്മൾ ഒരു ഇൻവെസ്റ്റിംഗ് കരിയർ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റും വെച്ച് നോക്കിയാലേ നിങ്ങൾ ഈ മാർക്കറ്റിന്റെ ബെസ്റ്റ് 10 ദിവസം നഷ്ടപ്പെടുകയാണെങ്കിൽ, അതായത് ആ മാർക്കറ്റിന്റെ 10 ബെസ്റ്റ് ദിവസം, അത് മാർക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റോക്സ് ആയിക്കോട്ടെ, ആ ഒരു 40 കൊല്ലത്തെ സൈക്കിളിൽ 10 ബെസ്റ്റ് കൊല്ലം, അതായത് 10 ദിവസത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എടുത്ത് കളയുകയാണെങ്കിൽ എന്റെ 2/3 ഓഫ് റിട്ടേൺ. ഇത് ദേവീന മെഹ്റ ഇൻഫാക്ട് ഫസ്റ്റ് ഗ്ലോബലിലെ ഒരു നല്ലൊരു ചാർട്ട് വെച്ചിട്ട് അവർ അനലൈസ് ചെയ്ത ഒരു രീതിയിൽ നിന്ന് ഞാൻ ഡേറ്റ എടുത്ത് പറയുകയാണ്. സപ്പോസ് ഇഫ് ഞാൻ 40 കൊല്ലത്തിൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള 30 ദിവസം ഞാൻ മിസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ 90% ഓഫ് റിട്ടേണും അത്ര കുറവേ ഉണ്ടാവുള്ളൂ. അതായത് 40 കൊല്ലത്തേക്ക് ഇപ്പൊ അവർ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ 100 രൂപ 40 കൊല്ലം കൊണ്ട് 80,000 രൂപയുടെ ഒരു ചരിത്രമുണ്ടെന്ന് വിചാരിക്കും. അതിലെ ബെസ്റ്റ് 30 ഡേയ്സ്, ഒരു മാസം നമ്മൾ ആ മിസ് ചെയ്തു എങ്കിൽ നമ്മുടെ ആ 100 രൂപ 80,000 വരെ 8,000 രൂപയാണ്. അതാണ് മാർക്കറ്റിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ടാണ് ഈ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും ഈ ക്യാഷ് ഔട്ട് ചെയ്ത് മാറി നിൽക്കുക. കാര്യം എന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് വീണ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു പമ്പപ്പ് കിട്ടില്ലേ, ആ പമ്പപ്പിലാണ് ഏറ്റവും കൂടുതൽ പൈസ ക്രിയേറ്റ് ചെയ്യണേ എന്നുള്ളതാണ്. എപ്പോഴും ഫിയറും നെഗറ്റിവിറ്റിയും പെസിമിസം ഉള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ പുൾ ബാക്ക് റാലി. അനീഷ് നേരത്തെ പറഞ്ഞു, പുൾ ബാക്ക് റാലി ആ റിക്കവറിയിലാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്നത് എന്നുള്ള, ആ റിട്ടേൺ കിട്ടുന്നുള്ള. അതുകൊണ്ടാണ് പല ഇൻവെസ്റ്റേഴ്സും പല വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും, നമ്മൾ ഈ പറഞ്ഞ പോലെ രാകേഷ് ജുൻവാല മരിച്ചുപോയി അദ്ദേഹം, അല്ലെങ്കിൽ രാംദേവ് അഗർവാൾ, അല്ലെങ്കിൽ പ്രശാന്ത് ജെയിൻ, അല്ലെങ്കിൽ സഞ്ജോയ് ഭട്ടാചാര്യ, മനീഷ് ചോക്കാനി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര്. നമ്മൾ എന്തിനാ, ഞാനൊരു ചെറിയ പേരുകൾ മാത്രം, ഇവരാരും ക്യാഷ് ഔട്ട് ചെയ്ത് സീറോയിൽ നിൽക്കാത്ത, ഇവരെല്ലാവരും സെപ്റ്റംബർ ഒക്ടോബറിൽ മാർക്കറ്റ് വീഴും എന്ന് പറഞ്ഞിട്ടും അവർ മാറി നിൽക്കാത്തതിന്റെ പ്രത്യേകത ഇത് തന്നെയാണെന്നുള്ള. ഇപ്പൊ നോക്കൂ, ടൈറ്റൻ ഇന്നലെ വരെ ടൈറ്റൻ 52 വീക്ക് ലോ അടിച്ച സ്റ്റോക്കാണ് അല്ലെ. അതായത് അതിന്റെ ഓപ്പർച്യൂണിറ്റി, ഇതേപോലെ ഒരു ക്ലാസ് സ്റ്റോക്ക് ഇന്നിപ്പോ റിക്കവർ ചെയ്ത് എത്രയും 3-3.5% ആയിട്ടുള്ളൂ. ബട്ട് ഇവിടുന്ന് അത് നല്ലൊരു കമന്ററിയാണ് കൊണ്ടുവന്നത് എന്നുള്ളത്. അതായത് അവരുടെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് വളരെ ബ്രൈറ്റ് ആയിട്ടാണ് അവർ പറഞ്ഞത്. ആ ഒരു പേരിലാണ് ഇന്ന് 3% കയറി എന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ജനങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. അപ്പൊ എന്നെ പോലത്തെ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേ ഇൻവെസ്റ്റഡ്. ദാറ്റ് ഇസ് ഒന്നാമത്തെ കാര്യം. 2, നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇവാലുവേറ്റ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ജങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് നല്ല ക്വാളിറ്റി സ്റ്റോക്സിലേക്ക്, അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ക്വാളിറ്റി സ്റ്റോക്സിലേക്ക്, ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട്, ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ളതും അണ്ടർ ഓൺഡ് ആയിട്ടുള്ളതും, അതായത് ഒരുപാട് പേര് ക്രൗഡഡ് ട്രേഡ് അല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്കും നിങ്ങൾ നോക്കി വേണം പോകാൻ. ന്യൂ കമേഴ്സായിട്ടുള്ള ആൾക്കാരോട് നമുക്ക് ഇപ്പോഴും പറയാനുള്ളത്, ദിസ് വിൽ ടേൺ ഔട്ട് ടു ബി വൺ ഓഫ് ദ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആഫ്റ്റർ കോവിഡ്. ഇത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്ത് ക്വാളിറ്റി ആയിട്ടുള്ള അണ്ടർ വാല്യൂഡ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. മൂന്നാമത്തെ ഇൻവെസ്റ്റേഴ്സ് ആരാ? പെരിമീറ്ററിലും പെരിഫറിയിലും മാത്രം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ട്രേഡ് ചെയ്തു നഷ്ടവും ലാഭവും ഒക്കെ ചെറുതായിട്ടുണ്ടാക്കി മാറി നിൽക്കുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത, തീർച്ചയായിട്ടും ഇത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. ഒരു ന്യൂസും കൂടെ ചിലപ്പോൾ നമുക്ക് വരാനുണ്ടായിരിക്കാം. അതായത് ചൈനയുടെ റിറ്റാലിറ്ററി ടാരിഫിന് ഇന്ന് ബുധനാഴ്ചയാണ് അമേരിക്ക, അതായത് ആ റിറ്റാലിറ്ററി ടാരിഫിന് എന്താണ് ചെയ്യാൻ പോകുന്നത്. അവർ തമ്മിൽ ഇപ്പോൾ മോർ ഓർ ലെസ് എല്ലാ കൺട്രിയും ഒരു നെഗോസിയേഷൻ തയ്യാറാണ്. US വേഴ്സസ് ചൈന എന്നുള്ളൊരു കൺസിഡറേഷനായി അതെങ്ങനെ പാൻ ഔട്ട് ചെയ്യുന്നുള്ളത് നോക്കുക. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കിട്ടും. ടു മച്ച് ഓഫ് നെഗറ്റീവിസം ആൻഡ് പെസിമിസം ക്യാൻ ബി പോസിറ്റീവ് ഫോർ ദ മാർക്കറ്റ്സ് എന്നുള്ളതാണ്. അതുകൊണ്ട്
ഷുഡ് വെയിറ്റ് ഫോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ഇനി അഥവാ നിങ്ങൾക്ക് കോൺഫിഡൻസ് വന്നില്ലെങ്കിൽ ഒരു 30, 33, ഒരു 35, 40% ഉള്ള നിങ്ങളുടെ കോർപ്പസ് നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്ത് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഇതാണ് കാര്യം. ഞാൻ പറഞ്ഞില്ലേ, ഈ നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ എല്ലാം റിക്കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും ഇന്ത്യൻ മാർക്കറ്റിൽ രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരുമ്പോഴാണ് ഒരു വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഇത് ഞാൻ റിസ്ക് എടുക്കാൻ വേണ്ടി പറയില്ല, എക്സ്പീരിയൻസ് കൊണ്ട് വ്യക്തിപരമായിട്ട് പറയുന്നത്. ഒരൊറ്റ സ്റ്റോക്കോ ഒരു സെക്ടറോ അല്ലെങ്കിൽ ബൈയിലുള്ളത് പോലും നിങ്ങൾ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് സോളിസിറ്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്ത് ഇത് എക്സ്പീരിയൻസിൽ ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യം മാത്രം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് ഗിവ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ബട്ട് ഈ വോൾട്ടറി ടൈംസ് ഒന്നും നിങ്ങൾ നാവിഗേറ്റ് ചെയ്ത് പോകാന്നല്ല. അടുത്ത കൊല്ലം നമ്മൾ ഇതേ ഡെസ്കിൽ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ട് ഇരിക്കും എന്നുള്ള ഉറപ്പ് ഞാൻ തരുന്നു എന്ന് മാത്രം.